ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് കുറച്ച് അച്ചാറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ തന്ന ഓർഡേഴ്സൊന്നും അല്ല കേട്ടോ, നോമ്പിന് മുന്നേ തന്ന ഓർഡേഴ്സാണ്. പക്ഷെ കുറേ എന്തെല്ലാം സാഹചര്യം കൊണ്ട് എനിക്ക് ഇടാൻ പറ്റാതെയായി. അങ്ങനെ അപ്പോൾ നോമ്പ് 10 ഇന്നാണ് കേട്ടോ ഈ അച്ചാർ ഇന്നിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കേട്ടോ, കാരണം കുറേ പേര് ചോദിച്ചിട്ട് ഇപ്പോൾ മടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്ന മതിയാക്കി. എന്താ വെച്ചെങ്കിൽ എനിക്കിടാൻ പറ്റുന്നില്ല. പിന്നെ നോമ്പായതുകൊണ്ട് ആരും എന്നെ ബുദ്ധിമുട്ടിക്കാനും നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചിട്ടാകുമ്പോൾ പിന്നെ ഗൾഫിലേക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 4 കിലോ അച്ചാറിന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 കിലോ വരെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് വിചാരിച്ചു, ഒന്നിച്ചിടാൻ പറ്റിയിട്ട് കേട്ടോ. കുറച്ച് ഒരു 5 കിലോനായിട്ട് ഞാൻ 3 ട്രിപ്പായിട്ട് മാങ്ങ മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം മുറിച്ചിട്ട് വെക്കാമെന്ന് വെച്ച്. പക്ഷെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. ഈ നോമ്പ് നോക്കിയിട്ട് ഇങ്ങനത്തെ പണിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് മുറിച്ചെടുക്കേണ്ടത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നേ ആക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 5 കിലോ മാങ്ങ കേട്ടോ അച്ചാറിടുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം മുറിച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി ഇട്ടിട്ട് രാത്രിയാണ് കേട്ടോ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയത്ത് മുറിച്ചിട്ട് രാത്രി ഉപ്പും സിർക്കെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെല്ലാം മുറിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് രാത്രി മുളകും ബാക്കിയുള്ള സാധനമെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വെച്ചായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ബാക്കി 10 കിലോ മാങ്ങ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈത്തപ്പഴം പുതിർത്തിട്ട് രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറും കൂടിയാണ്. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളതാണ്. നമ്മൾ അച്ചാറിന് ഞാൻ മുളക് പൊടിയൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇതുപോലെ സിർക്കയിലിട്ടിട്ട് വെച്ചെങ്കിലേ നല്ല സെറ്റാണ് കേട്ടോ. കുറച്ചൊരു 3 മണിക്കൂർ വെച്ചെങ്കിൽ നല്ല പങ്ങനെ വെള്ളം കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മുളകിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ രാത്രി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് കേട്ടോ പിന്നെ ഞാൻ തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ ചേഞ്ച്, രാവിലെ നമുക്ക് നല്ല എല്ലാം മുളകെല്ലാം പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാക്കി വേണ്ട കൂട്ടെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കടുകും പിന്നെ ഉലുവൊക്കെ കല പോർന്നിട്ട് എണ്ണയിൽ താളിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ശേഷം കുറച്ച് കായപ്പൊടി പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചായിരുന്നു, അതും കൂടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിന് കേട്ടോ. എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്, ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ ഓർഡർ തന്നായിരിക്കും വേണ്ടി മാത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. 1-2 കുപ്പി മാത്രം ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അതും ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇടാറുണ്ട് അച്ചാർ, ഇൻഷാ അള്ളാ. ചോദിച്ചവർക്കൊക്കെ അച്ചാറുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക, നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാം ഇതുപോലെ കുറച്ച് ഒരു 3-4 സ്പൂൺ ഉലുവപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ നല്ല പാല വറുത്തിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഒന്നിച്ചിട്ട് മാങ്ങ മുറിച്ചിട്ടിടാൻ ഈ നോമ്പ് കാലത്ത് പറ്റുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ചാക്കിയിട്ട് എന്തെല്ലാം ജ്യൂസാണെങ്കിൽ വെള്ളമാണെങ്കിൽ നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ രാവിലെ അതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ അതിലൊരു 5 കിലോ മാങ്ങ എടുത്തിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഒരു 5 കിലോ ഉണ്ട്. അത് രാത്രി നോമ്പൊക്കെ തുറന്നതിന് ശേഷം കട്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം ഒന്നിച്ച് കട്ടാക്കാനും പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചാക്കുമ്പോൾ നമുക്കെല്ലാം അതിൻ്റെ മിക്സിങ്ങും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ സെറ്റായിട്ട് എടുക്കാനും പാടുപെടയിലാണെന്ന് വിചാരിച്ചു. അങ്ങനെ ബോട്ടിലൊക്കെ കുറേ മുമ്പേ ഞാൻ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും മാങ്ങ വാങ്ങാനോ ഇടാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് എല്ലാം പെൻഡിങ്ങിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 250 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും കുപ്പിയായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുപ്പിയിൽ കറക്റ്റ് ഫുള്ളായിട്ടാകുമ്പോൾ തന്നെ കറക്റ്റാണ്. എന്തെങ്കിലും ഒന്നും കൂടി വെയിറ്റ് നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് കറക്റ്റായി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് നോക്കാൻ വേണ്ടി വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ട് ഓരോരോ കുപ്പിയിലെല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കും അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആണെങ്കിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. കുറേ പേര് ഇതുപോലെ നോക്കി ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കുക, അടിപൊളിയായിട്ടുള്ള അച്ചാറും കൂടിയാണ്. പിന്നെ ഞാൻ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം വല്ല കെമിക്കലല്ലേ. ഞാനൊന്നും ആഡ് ചെയ്യാതെ ഓൺലി വിനാഗിരി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണിത്. അപ്പോൾ ഇതുപോലെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കുക, ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ, ഞാൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം ഈ അച്ചാർ 500 ഗ്രാമിനും 250 ഗ്രാമിൻ്റെ അച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളത്.
അപ്പോൾ അതുപോലെ യൂസ്ഫുള്ളാകുന്ന കുറേ വീഡിയോസ് എൻ്റെ ചാനൽ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. പലഹാരത്തിൻ്റെ ആണെങ്കിൽ ഇതുപോലത്തെ 2-3 തരം അച്ചാറിൻ്റെ വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. കാരണം നോമ്പ് നോക്കിയിട്ട് ഇതുപോലത്തെ പണിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ സെയിൽസ് ചെയ്യാനും കൂടിയാണ് കുറച്ചും കൂടി സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുകയാണ്. പിന്നെ ഒന്നാമത് ഭയങ്കര ചൂടും വെയിലാണ്, പറ്റുന്നില്ല. പിന്നെ ഈ നോമ്പിന് കുറേ മുമ്പേ തന്ന ഓർഡേഴ്സാണ് കേട്ടോ ഇതെല്ലാം. എന്താ വെച്ചാൽ നോമ്പിന് ഇപ്പോൾ ഇതുപോലെ അത്താഴത്തിൻ്റെ സമയത്ത് കഞ്ഞി കുടിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അത്താഴത്തിൻ്റെ സമയത്ത് അച്ചാർ വേണമെന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ. ഓൾറെഡി എൻ്റെ അടുത്തുള്ള അച്ചാർ ഞാൻ കൊടുത്തായിരുന്നു. പക്ഷെ വീണ്ടും കഴിഞ്ഞു പോയി, ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓർഡേഴ്സിലൊക്കെ ഞാൻ മാക്സിമം പറ്റുന്നത് പോലെ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഞാൻ ഓർഡേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഞാൻ കൂടുതൽ ഓർഡേഴ്സ് എടുക്കലില്ല. കാരണം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റക്കായിട്ട് ഇതൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. കുറച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് കിട്ടൽ ഗൾഫിൽ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതും കുറേ ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുള്ളത്. 4 കിലോ ഓർഡേഴ്സ് ഗൾഫിലേക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഗൾഫിലുള്ളവർക്ക് ഇപ്പോൾ എത്ര അച്ചാർ കിട്ടുവാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന അച്ചാർ അതൊരു വേറെ തന്നെ കേട്ടോ. അവർക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന അച്ചാർ കൂടുതൽ പേരും എല്ലാവരും കൊണ്ടുപോലും അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അച്ചാർ കൂടുതൽ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ ഓർഡേഴ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്തായെങ്കിലും ഒരു 20 ഏകദേശം നോമ്പ് 20 വരെ മാത്രമേ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. കാരണം കൂടുതൽ ഓർഡേഴ്സ് എടുത്ത് നമുക്ക് ചുട്ടു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതും കൂടി ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സ് മാത്രമേ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.